Good morning to all. Sorry, good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, start at the door. Start with prayer. Of the day and say. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൊടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എങ്ങും എന്നിൽ പ്രഭ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൊടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ പ്രഭ ചൊരിയണമേ. Thank you, Miss. Thank you all. Okay, and then Thought. The root of education are bitter, but the fruit is sweet. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണെങ്കിലും അതിന്റെ ഫലം മധുരമാണ്. താങ്ക് യു. Sign in. Hi, good afternoon. I would like you to share a very short story. This story reminds us that learning does not always need correction. Sometimes it needs patience. The name of the story is The Time to Learn. A child worked on the same activity every day. The teacher wanted to correct him, but she chose to wait. After a few days, the child noticed his own mistake and corrected it calmly. The teacher understood that learning needs time, trust, and patience. The moral of the story is true learning grows when we allow time, not pressure. Thank you. okay, clear. But എന്തൊക്കെയാണ് സുഖം? വിശേഷത്തിന്റെ സുഖമാണോ? എന്താണ് എന്തോ പറ്റിയിരിക്കും? സുഖാണല്ലോ അല്ലേ? കഴിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുമല്ലോ ടൈമിൽ ഫുഡ് കഴിക്കണം. എല്ലാ ക്ലാസ്സിലും കയറി കഴിഞ്ഞ് ഞാൻ പറയുന്നതാണ് 1:30 ക്ലാസ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ആരും കുറച്ച് പേരൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും. എന്തുകൊണ്ട്? ഒരു മണിക്കാവും ഫുഡ് കഴിക്കാലോ അല്ലെ? എന്നിട്ട് ക്ലാസ് ജോയിൻ ചെയ്യണം. ഉറക്കം വരുമോ? അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല മിസ്, കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണ്ടേ, അതപ്പം പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ പറഞ്ഞത് ഏറെന്നല്ല. ആദ്യം അർച്ചന തോട്ട് എന്തോ പറഞ്ഞല്ലോ, ബട്ടർ എന്നോ അങ്ങനെ ബട്ടർ കേട്ട് പോരിട്ട് ആയി ഓടുന്നു. ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ട്, ബട്ടറിന്റെ ബേസിൽ ടങ് ട്വിസ്റ്റർ ഉണ്ട്. അപ്പൊ അത് ചുമ്മാ ഓർമ്മ, അതാണ് ആദ്യം പറയാൻ പറഞ്ഞത്. അതിനെ കൂടുതൽ സുഖമാണെന്ന് ചോദിച്ചപ്പോ രണ്ടും കൂടെ വന്ന് വെള്ളി വീണു. അതാണ് സത്യം. ടങ് ട്വിസ്റ്റർ എന്താണെന്നറിയോ? Betty bought some butter. The butter was bitter, so Betty bought some bitter butter to bitter butter bitter. ബിറ്റർ എന്നാ മിസ്സേ പറഞ്ഞേ. ബിറ്റർ എന്നാ മിസ്സേ പറഞ്ഞേ. The root of education are bitter, but the fruit is sweet. അത് പറഞ്ഞ തോട്ടല്ലേ? തോട്ടാണോ പറഞ്ഞേ? ആ തോട്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നില്ല കേട്ടോ. എനിക്ക് ടൈം ഉണ്ടോന്ന് അറിയില്ല. ഇതെല്ലാം കുറെ അത്യാവശ്യം കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ട്. ടങ് ട്വിസ്റ്റേഴ്സ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവും. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോഴും നോക്കട്ടെ, ടൈം കിട്ടുന്ന പോലെ നിങ്ങൾക്കൂടെ പറയിപ്പിക്കാൻ. ഓക്കെ.
ജസ്റ്റ് അങ്ങനെ കുറെ നമുക്ക് ട്രൈ ചെയ്യാം, അടുത്ത ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യാം. കുറെ ചിരിക്കാനുണ്ടോ? വെട്ടിയിൽ വെച്ചാലുണ്ട് കേട്ടോ, അപ്പൊ ചുമ്മാ ടൈം പാസ് ആവട്ടെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. എന്തായിരുന്നു? നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയിരുന്നു മാം നോക്കിക്കൊണ്ടിരുന്നത്. സിമ്പിൾ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ കഴിഞ്ഞില്ല അല്ലേ? എത്ര ദിവസമായി നോക്കി പഠിച്ചോ നിങ്ങളത്? മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? സിമ്പിൾ പ്രസന്റിൽ മറ്റേ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞോ ഞാനത്? കഴിഞ്ഞ ക്ലാസ്സിൽ അതായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആയി. ട്രാൻസ്ലേറ്റ് ചെയ്തോ നമ്മള് മലയാളം? ആ നമ്മള് ഒരു വല്ലാത്തൊരു ഗെയിം കളിച്ചു. ആ ശരി, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. കുറച്ചൊന്ന് നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയായിരുന്നു ആരെങ്കിലും? നോക്കി സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് നമുക്ക് വേണ്ടി നോക്കാം, അതിനുശേഷം അടുത്ത ടെൻസിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്ത് ഗെയിം. ഗെയിം ഞാൻ പറയുന്നില്ലല്ലോ, അറിയാലോ. മലയാളം സെന്റൻസ് മാത്രം പറഞ്ഞാൽ പോരെ? അയാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ആരോടാ ചോദിക്കുന്നേ? ലുദിയ. ഓക്കെ, അയാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഞാന് മിസ്സേ 2 ക്ലാസ്സിൽ കയറിയിട്ടില്ല കേട്ടോ മിസ്സേ. ഞാന് ഇത് റെക്കോർഡിംഗ് ക്ലാസ് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ. എനിക്ക് അത്ര അങ്ങനെ എനിക്ക് മോനെ വയ്യാതൊക്കെ ഇരിക്കായിരുന്നു മിസ്സേ, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. മാം അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കട്ടെ? നീമ. നീമ കേട്ടായിരുന്നു? He works in bank. Yes. He don't works in bank. Do he works in bank? Don't he works in bank? കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്കവരും പറയുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. എന്തായാലും സിമ്പിൾ പ്രസന്റ് നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പഠിച്ചിട്ട് പോരാൻ അടുത്ത ടെൻസിലേക്ക് എല്ലാവരും അത് പഠിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. നീമ, അതില് ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്, ഹി ഡസന്റ് വർക്ക് ഇൻ എ ബാങ്ക്. അതുപോലെ തന്നെ ഡസ് ക്വസ്റ്റ്യൻ മോഡ് വരുമ്പോഴത്തേക്കും ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്, ഡസന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ്. നീമ, സ്ട്രക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ രമ്യ, ലുതിയൊക്കെ പറഞ്ഞു കൊടുക്കും. ലുതിയ എന്തായാലും മനസ്സിലായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഓക്കെ, എല്ലാവർക്കും കോമൺ ആയിട്ട് ഒന്നുകൂടെ ക്ലാസ്സിൽ കാണുമ്പോൾ നല്ലതായിരിക്കും. എല്ലാ ക്ലാസ്സിലും ഞാനിപ്പോ ടെൻസ് ആണ് എടുക്കുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ച ഭയങ്കര എളുപ്പ ടൈം ഉണ്ട് കേട്ടോ. പറഞ്ഞോളൂ രമ്യ. ലുതിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. രമ്യ പറഞ്ഞുതരും, ചോദിക്കുക, കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അതായത് അയാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് പറയുന്നു. ഈ വർക്ക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിംഗുലർ നൗണിന്റെ കൂടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഡസ് പ്ലസ് ആയിട്ടുള്ള വെർബ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് പറയുന്നത്.
ഇപ്പൊ ഈ ഐ യു വി ദേ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിട്ടുള്ള വെർബ്സ് ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള എന്താ പറയാ സ്ട്രക്ചർ. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെന്റൻസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇപ്പം ഒന്നുകൂടെ പറയാം, അയാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വർക്ക് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഹി എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള നൗൺ ആയതുകൊണ്ട് അതിന്റെ വെർബ് നമ്മൾ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ വർക്ക്സ് എന്നാണ് യൂസ് ചെയ്യുന്നത്, WORKS. ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല. അപ്പം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹി ഡസിന്റ് വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ്. അവിടെ ഹി ഡസിന്റ്, ഡസ് നോട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും നമ്മൾ വെർബിലോട്ട് എസ് ചേർത്ത് പറയണം എന്നില്ല. അപ്പം ഹി ഡസിന്റ് വർക്ക് ഇൻ എ ബാങ്ക്, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അത് നമ്മൾ ക്വസ്റ്റ്യൻ മോഡിലോട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതേ ഈ ഡസ് തന്നെയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? സോ അവിടെ വർക്സിന്റെ തന്നെ ആ സ്പ്ലിറ്റപ്പില് ആ വെർബ് ഫോമിന്റെ ഡസ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസ്, ഡു ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അവൻ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? അത് പോസിറ്റീവ് മോഡും. നെഗറ്റീവ് മോഡ് ചോദിക്കുമ്പോഴത്തേക്കും ഡസൻ ഹി വർക്ക് ഇൻ എ ബാങ്ക്? അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡസിന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആയോ ലുദിയ? ഓക്കെ, ക്ലിയർ ആയിട്ടാ ചേച്ചി. താങ്ക് യു ചേച്ചി. എനിക്ക് ക്ലാസ് ഒന്നും കൂടി കവർ ചെയ്താലേ മുഴുവനായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞത് എനിക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2 ക്ലാസ് മിസ്സായോണ്ടേ ആദ്യം മുതൽ അത് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആക്കേണ്ടി വരും. എന്നാലും താങ്ക് യു, മനസ്സിലായിട്ട്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മനസ്സിലായി എനിക്ക്. അതായത് ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ അത് എനിക്ക് മനസ്സിലായി. താങ്ക് യു. ഓക്കെ രമ്യ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ആരെങ്കിലും? ഇത് ചോദിച്ചാൽ വിട്ടരുതട്ടോ. ചോദിക്കൂ രമ്യ, ചോദിക്കൂ. എന്നാൽ എല്ലാവരും വിളിച്ചാണ് ചോദിക്കാം. പറയാതെ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവൾ ദുഃഖിതയാണ്. അവൾ ദുഃഖിതയാണ്. ദുഃഖിതയാണ് എന്ന് പറയുമ്പോ നമ്മൾ ചെയ്യുന്നു എന്നല്ല പഠിക്കുന്നത്. ദുഃഖിക്കുന്നു, അവൾ ദുഃഖിക്കുന്നു എന്ന് പറയാം. പഠിച്ചു. അവൾ ദുഃഖിക്കുന്നു. ഹസ്ന? എടാ മലയാളം സെന്റൻസ് അവൾ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ അവൾ സങ്കടത്തിലാണ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും she's sad. എടാ അപ്പൊ അതിന്റെ ബാക്കിയുള്ള 4 ഫോംസും കൂടെ. Negative, she does sad. എന്താണ് കേട്ടില്ല? She isn't sad. Is she sad? Isn't she sad? ഓക്കെ ആണ്. മാം? യെസ്. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഷുവർ അല്ലേ? നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാലോ. എന്തോ ഈസി യൂസ് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസി ഇല്ലല്ലോ.
അപ്പൊ അത് തെറ്റല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആലോചിച്ചത് ചോദിച്ചപ്പോഴേ ഞാൻ ആലോചിച്ചത്. കാരണം നമ്മൾ പഠിക്കുന്നത് വെർബിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? വെർബിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോ അവിടെ യൂസ് ചെയ്യേണ്ടത് വ്യത്യാസം വരുന്നുണ്ട്. നമുക്കല്ലാതെ നൗൺ വെച്ച് പറയാം, ഇങ്ങനെ നൗൺ വെച്ച് പറയാം. ഇപ്പോ ഞാൻ ടീച്ചറാണ് എന്നെങ്ങനെയാ പറയാം? ഐ ആം എ ടീച്ചർ. അപ്പൊ ഇത് നൗൺ ആണ്. വെർബ് ആകുമ്പോൾ മാറും. അത് ഞാൻ പറഞ്ഞുതരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. സിംഗിൾ പ്രസന്റ് ടെൻസ്. ഇനിയിപ്പോ ടെൻസ് നമ്മളിവിടെ പഠിക്കുന്നത് ചുമ്മാ ഞാൻ ഗ്രാമറിന് വേണ്ടി പഠിപ്പിക്കുന്നതല്ല. ഈ ടെൻസ് പഠിച്ചാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ പഠിച്ചു പോകാം. ചാപ്റ്റേഴ്സ് എടുക്കുമ്പോ മിസ് എനിക്ക് അതറിയില്ല, ഇത് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാം, ക്ലിയർ ചെയ്തരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ടെൻസിലേക്ക് പോകും. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റിൽ എന്താ തെറ്റ്? സ്റ്റേറ്റ്മെന്റോ? പറഞ്ഞു കേക്കട്ടെ. ഷീ ഈസ് സാഡ് എന്ന് പറയുമ്പോ എന്താ തെറ്റ്? അവിടെ തെറ്റൊന്നുമില്ലാന്നേ, അവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ പറ്റും, അത് നൗൺ ആണ്, വെർബ് അല്ല. ഓക്കെ, അത് പ്രവൃത്തിശീലല്ലോ. പഠിക്കുന്നു, പോകുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഞാൻ ഇത് പഠിപ്പിച്ച രീതിയിൽ തന്നെ പറയാൻ പറ്റുക. പക്ഷേ ദുഃഖിതയാണ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ദുഃഖം എന്ന് പറയുന്ന ഒരു വെർബായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് പറയുന്നതാണ്, സിറ്റുവേഷൻ ആണത്. അതുകൊണ്ട് തന്നെ അത് വെർബ് അല്ല. സോ ഏകദേശം ഒരു നൗൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് നൗണിനെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇനി നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കറന്റ് സിറ്റുവേഷൻസ് പറയാനാണ്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കറന്റ് സിറ്റുവേഷൻസ് പറയാനാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചർ ആക്ഷൻസും പറയാനും ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഫ്യൂച്ചർ ആക്ഷൻസ് പറയാൻ വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട് സംടൈംസ്. എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, അവർ കളിക്കുകയാണ്. സോ ചെയ്യുകയാണ് എന്നാണ് വരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്നാണെങ്കിൽ ഇത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മലയാളം പറയുന്നത്. ഓക്കെ, പല സ്ഥലങ്ങളിലും കണ്ടിന്യൂസ് പ്രോസസ് പറയുമ്പോൾ ചെയ്യുകയാണെന്ന് മാത്രമല്ല ചെയ്യുന്നു എന്ന് കൂടി പറയാറുണ്ട്. അതൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഞാൻ പൊതുവെ പറയുന്നത് ചെയ്യുകയാണെന്നാണ് കേട്ടോ. ചിലര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിയാണ്, ചെയ്യുന്നു എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് ഈ കൺഫ്യൂഷൻ വരും ഞാൻ ഈ മലയാളം പറയുന്നു. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഫോളോ ചെയ്യുന്ന മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, മലയാളം പല രീതിയിലും പറയുന്നില്ല, പല രീതിയിലും പല ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് മിക്ക ക്ലാസ്സിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ the action happening now, around now, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം, അതുപോലെ ഫ്യൂച്ചർ ആക്ഷൻസ്, രണ്ടിലാണ് മോസ്റ്റ്ലി ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചർ എഴുതാട്ടാ. സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ്. പ്രസന്റ് ഓക്സിലറീസ് ഏതൊക്കെയാണ്? am, is, are. സബ്ജക്ട് പ്ലസ് am, is, are. am, is, are എന്ന് പറയുന്നത് പ്രസന്റ് ഓക്സിലറീസ് ആണ്, ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. Then plus
verb ing. Subject plus am means are plus verb ing. Okay. ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ടെൻസ് എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഇനിയിപ്പോ ഇനി ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറീസ് യൂസ് ചെയ്യണം? ആം എവിടെ യൂസ് ചെയ്യാം? ഐയുടെ കൂടെയാണ് ആം യൂസ് ചെയ്യാ. ഓക്കെ, ആം is used with I, the subject I. Then he, she, it, everybody, used with is auxiliaries used with the subjects he, she, it, everybody. And auxiliary are is used with plural subjects you, we, they. Clear? യുടെ കൂടെ am യൂസ് ചെയ്യുന്നു, he, she, it, everybody കൂടെ is, you, we, they യുടെ കൂടെ are. ഇങ്ങനെയാണ് നമ്മള് ഓക്സിലറീസ് സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പ്രസന്റ് ഓക്സിലറീസ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആയിരിക്കും. സോ കണ്ടിന്യൂസ് പ്രസ് ആണെങ്കിൽ വെർബിന്റെ കൂടെ ing ഫോം ഉണ്ട്. വെർബിന്റെ കൂടെ ing ഫോം ഉള്ള ഫോം ഏതാണ്? V4 ആണ്. V1, V2, V3 നമ്മൾ പഠിച്ചു. ഇതെന്താ? V4 ആണ്. V4 എന്താ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, V4 മീൻസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ing ഫോം എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ, ക്ലിയർ ചെയ്യാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ. ക്ലിയർ? ഓക്കെ, അപ്പോ നമ്മള് സ്ട്രക്ചർ എഴുതി, സ്ട്രക്ചറിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ write down the Malayalam sentence is അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. പറയൂട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യാം, പറയാം. കഴിഞ്ഞോ? പറഞ്ഞോളൂ. എന്താണ്? അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. He is playing cricket in the ground. ആണോ? He is playing cricket on the ground ആണോ മിസ്? He is playing cricket on the ground. On the ground, in the ground. Both are right. Okay. ഇന്നും യൂസ് ചെയ്യാം, ഓണം യൂസ് ചെയ്യാം. ചെയ്തുകൊണ്ട് വലിയ മിസ്റ്റേക്സോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. Oh, he is playing in the ground or on the ground. Can use the both prepositions. Okay. അപ്പൊ സബ്ജക്ട് ഹി ആയിരുന്നു. ഹി ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത ഓക്സിലറി ഈസ് ആണ്. ആൻഡ് വെർബിന്റെ കൂടെ ing ഫോം ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല. ഫ്യൂച്ചർ ആക്ഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ? പ്രസന്റ് ടെൻസ് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻ പറയുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നാളെ ദുബായിലേക്ക് പോകുകയാണ്. ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്. എങ്ങനെയാ? ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഞാൻ നാളെ ദുബായിലേക്ക് പോകുകയാണ്.
I am going Guruvayur. എന്തോ I am going to Guruvayur on tomorrow. I'm going to Dubai tomorrow. ഫ്യൂച്ചർ ആക്ഷൻ ആയിരുന്നു, പക്ഷെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഈ കണ്ടിന്യൂസ് ടെൻസ് ആണ്. Am എന്ന് പറയുന്ന ആക്റ്റീവ് വേർബ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ആക്ഷൻ പറഞ്ഞത്. സോ നമുക്ക് അങ്ങനെയും ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. പോകുകയാണ് അല്ലെ, ഞാൻ അത് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്, നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്, ഫ്യൂച്ചർ ടെൻസ് അല്ല. അപ്പൊ അങ്ങനെയും നമുക്ക് പറയാട്ടോ. സംടൈംസ് ഫ്യൂച്ചർ ആക്ഷൻ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ, കേസൊന്നുമില്ല. ഇനി കുറച്ച് മലയാളം എഴുതിക്കോ, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അവൾ ഒരു കോമഡി മൂവി കാണുകയാണ്. അവൾ ടിവിയിൽ കോമഡി മൂവി കാണുകയാണ്. അവൾ ടിവിയിൽ കോമഡി മൂവി കാണുകയാണ്. ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. മിസ് ലൈബ്രറിയിൽ വെച്ച് ബുക്ക് വായിക്കുകയാണ്. ലൈബ്രറിയിൽ ഇരുന്നോ വെച്ചോ, ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് കാറിന് പോകുകയാണ്. നാളെ 10 മണിക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? നാളെ 10 മണിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് കാറിന് പോകുകയാണ്. നാളെ 10 മണിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് കാറിന് പോകുകയാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുകയാണ്. ഓക്കെ, ഇത്ര മതിയോ? ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്.
ഞാൻ ടീച്ചർ പറയുന്ന വാക്യങ്ങൾ എഴുതുകയാണ്. ഞാൻ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ എന്തോ മാം അവൾ അവൾ എന്തായിരുന്നു അത്? അവൾ അവൾ അവളുടെ ശരിയാണ്. yes. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇത് ഞാൻ എവിടെ നോക്കി പറയുന്നല്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോ എന്താ ഞാൻ പറഞ്ഞേ? ആ ഞാൻ ടീച്ചർ പറയുന്നത് ടീച്ചർ പറയുന്നത് ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുകയാണ്. നിങ്ങളിപ്പോ ചെയ്തൊരു കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ അതെല്ലാം ഞാനിപ്പോ പറയുന്നത് ഇതിലാണ്. ഇംഗ്ലീഷ് വാക്യങ്ങൾ എഴുതുകയാണ്, നോട്ട്ബുക്കിൽ എഴുതുകയാണ്. അങ്ങനെ എഴുതും, നോട്ട്ബുക്കിൽ എഴുതുകയാണ്. ഞാൻ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയാണ്. ഞാൻ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയാണ്. എത്ര ആയിപ്പോ? 7 ആയി. 3 കൂടെ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുകയാണ്. നെക്സ്റ്റ് എന്റെ അമ്മ അടുക്കളയിൽ ബിരിയാണി എനിക്ക് വേണ്ടി ബിരിയാണി പാചകം ചെയ്യുകയാണ്. എന്റെ അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി ബിരിയാണി പാചകം ചെയ്യുകയാണ്. എന്റെ അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി ബിരിയാണി പാചകം ചെയ്യുകയാണ്. ഇപ്പോ 9 ആയില്ലേ? 10 ആയോ? 9. ഓക്കെ, ലാസ്റ്റ് വൺ. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഓർഡറിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് പറ്റും കേട്ടോ. പറയുമ്പോൾ എത്രത്തോളം ക്ലിയർ ആകില്ല എനിക്ക് കേൾക്കുമ്പോൾ. അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യും. അതിനുശേഷം ഓരോരുത്തരോട് പറയിപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ആണോ? ലാസ്റ്റ് വൺ. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? എഴുതിക്കോളൂ കേട്ടോ. എല്ലാവരും എഴുതിയതിനു ശേഷം ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ.
എന്താണ് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ്. എന്നിട്ട് എന്താ ടെക്സ്റ്റ് ചെയ്യാൻ? മിസ് മാം. എല്ലാവരും ഓക്കെ. എന്നാ ഓരോരുത്തരും കൂടെ പറയിപ്പിക്കാം. നമുക്ക് പറയാം. പറഞ്ഞോളൂ കേട്ടോ. ഫസ്റ്റ് ആൻസി. ആൻസി ആണോ ആൻസി ആണോ? അൻസിമോളല്ലേ മാം? എന്തോ? അൻസിമോളല്ലേ? അൻസി മോളാണോ? അൻസി എന്നാണ്. അൻസി കെ. വിളിച്ചാ വിളി കേൾക്കുന്നില്ലല്ലോ. അർച്ചന. മിസ്സേ, ഒന്നാമത്തെ അവൾ ടിവിയിൽ ഒരു കോമഡി മൂവി കാണുകയാണ്. ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി ഓൺ TV. ശരിയാണോ മിസ്സേ? ശരിയാണ്. ഞാൻ പറയില്ല. എല്ലാരും പറയട്ടെ. എല്ലാരും വായിക്കണമല്ലോ. അയച്ചോ. ഞങ്ങൾ ലൈബ്രറിയിലിരുന്ന് ബുക്ക് വായിക്കുകയാണ്. വി റീഡ് എ ബുക്ക് സിറ്റിംഗ് ഇൻ ദ ലൈബ്രറി. മൂന്നാമത്തെ നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് കാറിന് പോവുകയാണ്. ടുമാറോ മോർണിംഗ് അറ്റ് 10 o'clock we are going to our friend house by car to meet him. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് ബിരിയാണി. ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. ദ ടീച്ചർ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ ക്ലാസ്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഷീ ഈസ് ഡൂയിങ് ഹിയർ ഹോംവർക്ക്. ഞാൻ ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് വാക്യങ്ങൾ ബുക്കിൽ എഴുതുകയാണ്. ഐ ആം റൈറ്റിംഗ് ദ ഇംഗ്ലീഷ് വേർഡ്സ് that the teacher says in my book. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുകയാണ്. We are singing together. എൻ്റെ അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി ബിരിയാണി പാചകം ചെയ്യുകയാണ്. My mother is cooking biryani for me in the kitchen. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. We are trying to speak English. Okay. Next one, Hasna. Correct. അവൾ ടിവിയിൽ കോമഡി മൂവി കാണുകയാണ്. ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി ഇൻ ദ TV. ഞങ്ങൾ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. വി ആർ റീഡിംഗ് എ ബുക്ക് ഇൻ ദ ലൈബ്രറി. നാളെ 10 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ കാറിൽ പോവുകയാണ്. വി ആർ ഗോയിങ് ടു സീ അവർ ഫ്രണ്ട് ടുമോറോ ഇൻ ദ കാർ. Okay. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് ബിരിയാണി ടുഗെദർ. ടീച്ചർ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ഈസ് ടീച്ചിങ് ടു ലേൺ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ ക്ലാസ്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഷീ ഈസ് ഡൂയിങ് ഹർ ഹോംവർക്ക്. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുകയാണ്. They are singing together. എൻ്റെ അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുകയാണ്. My mother is cooking biryani in the kitchen for me. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്.
We are trying to speak English. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബുക്ക് മടക്കി വെക്കുക. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് വരുമ്പോൾ മാത്രം ആ ബുക്ക് തുറന്നാൽ മതി. ഓക്കെ, അതായത് കറക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഇപ്പൊ നോക്കാനുള്ള ടൈം എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത് തന്നെ എന്നോട് പറയും. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സും എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ. ക്ലാസ്സില് കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണല്ലോ. ജയശ്രീ ഇല്ല, പിന്നെ അനുമോളില്ല. ആനുമോളും ഗോപിയൊക്കെ ഇന്റേൺഷിപ്പിന് പോയിരിക്കാണ്. ജയശ്രീ പറഞ്ഞു, ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അനുമോളും ഗോപികയും പിന്നെ അൻസിമോളുണ്ട്. അൻസിമോൾ ഇവരൊക്കെ ട്രെയിനിങ്ങിന് പോയിരിക്കുവാണ്. ഓക്കെ ഓക്കെ, അത് കുറച്ച് പേര് മിസ്സിംഗ് ആണ്. ഓക്കെ, നടക്കട്ടെ. ഇപ്പൊ നല്ല കാര്യം, കൊണ്ടുവരട്ടെ എല്ലാവരും. ഓക്കെ, ഞാനും നാളെ തൊട്ട് പോവുകയാണ്. ആണോ? എന്താണ്? നാളെയാണോ? അപ്പോ ക്ലാസ് കാണാം കേട്ടോ. ക്ലാസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കാം. എന്നിട്ട് ക്ലിയർ അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞാലും മതി, എന്നോട് ചോദിക്കാം, ഞാൻ ക്ലാസ്സിൽ പറയാം. ഓക്കെ, പഠിക്കൂ കേട്ടോ. മിസ് ജയശ്രീ ചേച്ചി പറഞ്ഞിരുന്നു, മിസ് വിചാരിക്കണ്ട ക്ലാസ്സിന്ന് എന്താ പറയാ മുങ്ങി നടക്കാനും വിചാരിക്കണ്ട, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുത്തിരുന്നു. മിസ്സിനോട് പ്രത്യേകം പറഞ്ഞോളൂ, ട്രെയിനിങ്ങിന് പോവാണെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ചേച്ചി പറഞ്ഞിരുന്നു അത്രേ, ഈ ക്ലാസ്സില് ഇങ്ങനെ കുറച്ച് പറയാം, ക്ലാസ്സിന്റെ കാര്യങ്ങൾ കുറച്ച് പറയാന്ന് പറഞ്ഞിരുന്നു അത്രേ. അതായത് എന്തോ ക്ലാസ് എടുക്കാൻ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ആള് പറഞ്ഞു, അയ്യോ മിസ് വിചാരിക്കണം, അവൻ ഞാൻ മുങ്ങാന്ന് വിചാരിക്കണം, മിസ്സിനോട് പ്രത്യേകം പറഞ്ഞോളാൻ പറഞ്ഞിരുന്നു. ഞാനും ജയശ്രീയും തമ്മിലായിരുന്നു. ജയശ്രീ എന്തായിരുന്നു ചോദിച്ചാൽ പെട്ടുപോയി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. വിചാരിച്ചാൽ ചിലപ്പോൾ വിചാരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായിട്ടൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് വരൂ. ടെൻഷൻ ഒന്നിട്ടില്ല, കൂളായിട്ടൊക്കെ വരൂ. പഠിക്കാൻ നോക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടിപ്സ്. ഞാൻ പറഞ്ഞോളൂ, ക്ലാസ് കാണാം. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലാസ്സിലുള്ള ആരോടെങ്കിലും ചോദിക്കുക. അവരെന്നോട് വന്ന് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. ടൈമില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. സൈനോട്ട് പറയും. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഇതില്ലേ, അതും നൗൺ ഫ്രേസും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് എക്സാമിൽ ഒരുമിച്ചല്ലേ കൊടുക്കുക? എക്സാമിന് 7th ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. നൗണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല, പൊതുവെ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. അഡ്ജക്റ്റീവെന്നോ അഡ്വർബെന്നോ വരുള്ളൂ. ഓക്കെ, എല്ലാം പറഞ്ഞുതരാം. റിവിഷൻ ചെയ്യാം. പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർത്ത് റിവിഷൻ ചെയ്യാം. സമയമുണ്ട്. ഓക്കെ, അപ്പൊ ടെൻസ് നന്നായിട്ട് പഠിക്കും. മൈൻഡ് ചെയ്യാട്ടോ. സൈനോട്ട് പറയൂ, എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. പറയൂ മാം. ഞാനാണ് സൈനോട്ട് പറയുന്നത്. Thank you, ma'am, for your wonderful class. Today you took the tenses and we of present tense and simple present tense. Our all confusions got removed, and thank you everyone for listening this class. Thank you. Okay, so thank you all. See you next class. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.